എന്തായാലും സുപ്രീം കോടതി അറസ്റ്റ് തടഞ്ഞിട്ടുണ്ട്. എന്തായാലും ഇത്ര ഒരു സമയപരിമിതി കൊടുത്തത് വലിയൊരു കാര്യമാണ്. ഇപ്പോൾ നമ്മുടെ ബോച്ചയുടെ കാര്യത്തിൽ ഈ ഒരു കാര്യം ഉണ്ടായില്ല. ദ്വയാർത്ഥമെന്ന് പറഞ്ഞതിന് ശേഷം വിത്തിൻ 24 hours പോലും പൂർത്തിയാക്കുന്നതിന് മുമ്പ് പുള്ളിയെ പിടിച്ച് വിട്ടിട്ട് റിമാൻഡ് ചെയ്തത്. ഇവിടെ പോക്സോ കേസ് എന്ന് പറഞ്ഞിട്ട് ഒരാളെ പിടിച്ചിട്ട് അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത്രയും, അത് ഒരു മാസം കണ്ട ഇടയ്ക്ക് ഒളിവിൽ പോയി. അതിന് ശേഷം സുപ്രീം കോടതി അറസ്റ്റ് തടഞ്ഞെന്ന് പറയുന്നു. കുറേ ആൾക്കാർ വന്ന് ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കുറേ ആൾക്കാർ വന്നിട്ട് സഖാവല്ലേ, അങ്ങനെയല്ലേ, ഇങ്ങനെയല്ലേ, നമ്മളൊരു സഖാവ് എങ്ങനെയും പറയാണ്. പക്ഷേ അങ്ങനെ ഒരു ഇത് സംഭവം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അത് വളരെ മോശമാണ്. ഗവൺമെൻറ് അങ്ങനെ ഒരു നിലപാടെടുത്തെങ്കിൽ, ഇങ്ങനെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനൊരു താമസം എടുത്തിട്ടുണ്ടെങ്കിൽ അത് വളരെ മോശമെന്നേ ഞാൻ പറയുള്ളൂ. ബിക്കോസ് ബോച്ചയുടെ കാര്യത്തിൽ അങ്ങനെ ചെയ്തില്ല. നമ്മൾ ഏത് രാഷ്ട്രീയ പാർട്ടി ആയിക്കോട്ടെ, അനീതി കണ്ടു കഴിഞ്ഞാൽ അത് പെട്ടെന്ന് ഇടപെടണം, അതിന് പെട്ടെന്നൊരു തീരുമാനം ഉണ്ടാക്കണം. അല്ലാതെ അവർക്ക് സമയം കൊടുക്കേണ്ട ആവശ്യമില്ല. ഇങ്ങനൊരു സംഭവം ഉണ്ടെങ്കിൽ വെറുതെ എന്തായാലും ഒരാൾ വെറുതെ കൊണ്ടുവന്ന് ഇങ്ങനെ കൊടുക്കും. പോക്സോ കേസൊക്കെ എന്തെങ്കിലും ഒരു കാര്യം ഇല്ലാതിരിക്കത്തില്ല. ഇത് സംഭവം കുറേ നാളായ സംഭവമാണ്. എനിവേ, നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ പറയുക. ബോച്ചയുടെ കാര്യത്തിൽ ഇതൊന്നും കണ്ടില്ല, അതുകൊണ്ടാണ് ഞാൻ സംസാരിച്ചത്. ഇത്രയും വലിയൊരു കേസ് ഉണ്ടായിട്ട് അത് സുപ്രീം കോടതി തടയാൻ വേണ്ടിയിട്ട് അത്രയും സമയം കൊടുത്തെന്നുള്ളതാണ് എല്ലാവരും ചിന്തിക്കുന്നുണ്ട്. എനിവേ, ഷെയർ ദിസ് വീഡിയോ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക.